ഹായ്, ഇന്ന് നമ്മൾ 6ാം ദിവസത്തിലോട്ട് കിടക്കുകയാണ്. ഇന്നലെ എന്നെ ഒരുപാടിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് ദിൽഷാദും അഭിനന്ദെല്ലാം കൂടെ. അപ്പോൾ അതിനെല്ലാവരുടെ പണി നമുക്ക് കൊടുക്കാം. എന്തായാലും ഇനി എന്നെ ട്രോളാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഇനി ക്യാമറയുടെ മുന്നിൽ ആക്ട് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും എന്താ പറയുക ചാൻസ് കൊടുക്കില്ല. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ കോഡിങ്ങിലോട്ട് നോക്കാം. വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നാലൊക്കെ ട്രോളലായി മാറും. നമ്മൾ ചെയ്തത് കഴിഞ്ഞ ദിവസം ക്ലാസ്സും ഒബ്ജക്റ്റും പഠിച്ചല്ലോ. ക്ലാസ് ഒബ്ജക്റ്റും പഠിച്ചു, അതിൻ്റെ കൺസെപ്റ്റുകളും കൺസ്ട്രക്ടറും കാര്യങ്ങളൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത്. അതായത് ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന രീതി. പാരൻറ്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്, പിന്നെന്താണ് സബ് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞാണ്ട് മെയിൻ ക്ലാസ്, സബ് ക്ലാസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് അതെന്താണെന്നുള്ള കൺസെപ്റ്റ് അറിയാലോ. ക്ലാസ് ജാവയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചതാണ്. ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രോപ്പർട്ടീസും നമ്മുടെ ഫംഗ്ഷൻ മെത്തേഡ്സും എല്ലാം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി എന്തുണ്ടാവും, സബ് ക്ലാസ്സിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി എക്സ്ട്രാ കാര്യങ്ങളുണ്ട്, ഒന്ന് പറഞ്ഞുതരാം. അതിൽ പിന്നെന്താ പറയാനുള്ളത്, കുറച്ച് ഇൻഹെറിറ്റൻസിന് തന്നെ കുറേ ട്രിക്കുകൾ കാര്യങ്ങളുണ്ട്. അതേപോലെ ഇൻഹെറിറ്റൻസ് ഇതിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജാവയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന രീതി ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാവയിൽ. പക്ഷേ ഇതിലെന്താണ്, 2 ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുക, അതിൽ ഏത് ക്ലാസ്സിൽ നിന്ന് എടുക്കുക എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡീപ്പായിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു ഒരു ക്ലാസ് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാത്തവർക്ക് വീണ്ടും എടുത്ത് പറയുകയാണ്. എങ്ങോട്ട് പോകണം, ഒരു ക്ലാസ് ഉണ്ടാക്കി, ഇൻഹെറിറ്റൻസ് സാമ്പിൾ എന്നുള്ള ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ അണ്ടർകയിൽ ഇൻഹെറിറ്റൻസ് ചാപ്റ്റർ നോക്കണം, വീഡിയോ കാണണം, അത് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പൈത്തണിൽ ക്ലാസ് ഉണ്ടാക്കുക. ക്ലാസ് എന്താണ്, നമുക്കൊരു ബേസ് ക്ലാസ് തന്നെ കൊടുക്കാം. ബേസ് ക്ലാസ് എന്നുള്ള പേര്, ബേസ് ക്ലാസ് എഴുതിട്ടോ, ഇഷ്ടമുള്ള പേര് എഴുതിട്ടോ. ഞാൻ ബേസ് ക്ലാസ് മനസ്സിലാൻ വേണ്ടി കൊടുത്താണ്. ബേസ് ക്ലാസ് എഴുതി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ഡിസ്പ്ലേ എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഓക്കെ, ഡിസ്പ്ലേ എന്നുള്ള ഫങ്ഷൻ ഉണ്ട്. ഇതിൽ ഞാനൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഹലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അടുത്ത ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ഇൻഹെറിറ്റ് ചെയ്യുക. പുതിയ ക്ലാസ് ഉണ്ടാക്കുകയാണ്, ക്ലാസ് സബ് ക്ലാസ്. ഓക്കെ, ഇവിടെ കണ്ടോ, സാധാരണ ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് കൊടുക്കാറില്ലല്ലോ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, സബ് ക്ലാസ്സിൽ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്നിട്ട് ഏതാണോ ബേസ് ക്ലാസ് അതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനുള്ളിൽ എഴുതുക. അതിനുള്ളിൽ എന്ത് ചെയ്യുക, ഡിഫ് വെൽക്കം എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതി. അതിനുള്ളിൽ പ്രിൻ്റിൽ എന്ത് ചെയ്തു, ഓക്കെ, വെൽക്കം പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ക്ലാസ് കോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസ് ക്ലാസ്സും ഉണ്ട്, സബ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെ കോൾ ചെയ്യുക, ബേസ് ക്ലാസ്സിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേ മാത്രമാണ് നമുക്കിവിടെ കിട്ടുക. സബ് ക്ലാസ്സിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ക്ലാസ്സിനെയും കിട്ടും, സബ് ക്ലാസ്സിനെയും കിട്ടും എന്നാണ് പറഞ്ഞത്. അത് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒരു എക്സസൈൻ ഒരു ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ഡോട്ട് ഏതാ വിളിക്കാൻ പറ്റുക നോക്കിയാൽ, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്, നമുക്കത് വിളിക്കാം, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ വൈ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ സബ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വൈ ഡോട്ട് വിളിക്കുമ്പോൾ നോക്കിയേ, ഡിസ്പ്ലേയും കാണിക്കുന്നുണ്ട്, വെൽക്കം കാണിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഏതാണ്, മുകളിലെ ഡിസ്പ്ലേ ആണ്, അതും വർക്ക് ചെയ്യും. വൈ ഡോട്ട് ഏതാണ്, വെൽക്കവും വർക്ക് ചെയ്യും. അത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് മനസ്സിലായി, ബേസ് ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേ വർക്കായി, അതേപോലെ തന്നെ സബ് ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേയും വർക്കായി. അല്ല, എന്താ പറയുക, സബ് ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേയും വർക്കായി, വെൽക്കവും വർക്കായി. ആ 2 ഫംഗ്ഷൻ വർക്ക് ചെയ്തുണ്ടോ. അപ്പോൾ ഒരു കോപ്പി സബ് ക്ലാസ്സിൽ, ബേസ് ക്ലാസ്സിൻ്റെ ഒരു കോപ്പി എന്താണോ അത് സബ് ക്ലാസ്സിലുണ്ടാവും. ഇനി ഒരു വേരിയബിൾ വരുന്ന കേസ് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേരും കൂടെ വരുന്നതെന്ന് വിചാരിക്കാം.
ഒരു നെയിം ഇതിലോട്ട് പാസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് നെയിമിലോട്ട് ആ നെയിമിനെ വെച്ചാൽ സെൽഫ് ഡോട്ട് നെയിമിനെ വെച്ചിട്ടുണ്ട്. ഡിഫിൽ ഡിസ്പ്ലേ നെയിം എന്നുള്ള ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹലോ ഒഴിവാക്കാം. എന്നിട്ട് ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് നെയിം വയ്ക്കാം. സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷനിലോട്ട് നമുക്ക് നെയിം പാസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡോട്ട് നെയിമിലോട്ട് ആ നെയിമിന് വയ്ക്കുന്നുണ്ട്. ഡിസ്പ്ലേ നെയിമിൽ സെൽഫ് ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങും കൂടെ കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാം. നെയിം തന്നെ എഴുതിയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് പ്ലസ് ഇട്ടിട്ട് കൊടുക്കുക വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിലുള്ളതാണ്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും മതി. നമുക്ക് ഡിസ്പ്ലേ നെയിം ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫംഗ്ഷൻ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അതായത് വെൽക്കം ഉണ്ട്, നമുക്ക് ഡിസ്പ്ലേ ഇല്ല, ഏതൊക്കെ ഫംഗ്ഷൻ ഇല്ലാത്ത മൊത്തം അങ്ങോട്ട് കളഞ്ഞിട്ട് ബേസ് ക്ലാസ് അങ്ങോട്ട് ഒഴിവാക്കാം. നമുക്ക് സബ് ക്ലാസ് മാത്രം മതിയല്ലോ. ഓക്കെ, എന്നിട്ട് നമുക്ക് വെൽക്കം പ്രിൻ്റ് ആവും, ഡിസ്പ്ലേ ഇല്ല, വെൽക്കം പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് എന്ത് പ്രിൻ്റ് ആവും, നമുക്ക് വൈ ഡോട്ട് സെറ്റ് നെയിം കൊടുത്തിട്ട് ഒരു നെയിം നമുക്ക് പാസ് ചെയ്യാം. ഏതാ പാസ് ചെയ്യാം, ദിൽഷാദിനെ പാസ് ചെയ്യാം. ഓക്കെ, വൈ ഡോട്ട് ഡിസ്പ്ലേ നെയിം കൊടുത്തിട്ട് കോൾ ചെയ്ത് നോക്കാം, വർക്കാവാൻ നോക്കാം. ഓക്കെ, അതായത് വൈലെ വെൽക്കം വിളിച്ചപ്പോൾ ജസ്റ്റ് വെൽക്കം പ്രിൻ്റ് ആയി, വേറെ ഒന്നുമില്ല. സബ് ക്ലാസ്സിൽ തന്നെയാണ്, സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് കേട്ടോ വൈ, അത് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് വൈ ഡോട്ട് സെറ്റ് നെയിം വിളിച്ചപ്പോൾ ദിൽഷാദിനെ എങ്ങോട്ട് സെറ്റ് ചെയ്തു, വൈ ഡോട്ട് സെറ്റ് നെയിം. അത് ഈ ഫംഗ്ഷൻ എവിടെ, ഈ മെത്തേഡ് എവിടെയുണ്ട്, ഇതിലുണ്ട്. ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റാം. ഓക്കെ, എന്തുണ്ട്, ഈ ബേസ് ക്ലാസ്സിലുള്ള എന്തെങ്കിലും കോപ്പി ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞു. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിം എന്നുള്ളത് ശരിക്കും ഇവിടെ ഡിക്ലെയർ ചെയ്താണ്, പക്ഷേ അതിലോട്ട് വെച്ച സംഭവം പോലും ഡിസ്പ്ലേ നെയിം വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് ഇവിടെ ഈ സെൽഫ് ഒബ്ജക്റ്റ് ഇവിടെ വരുന്നതുകൊണ്ട് എന്ത്, സെൽഫ് ഡോട്ട് നെയിം വിളിച്ചപ്പോൾ ഇവിടെ ദിൽഷാദ് വർക്കായി. അത് ബേസ് ക്ലാസ്സിലുണ്ട്, ഇതിൻ്റെ കോപ്പി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് മൊത്തമായിട്ട് ഒന്നായിട്ട് കാണാം. അപ്പോൾ എന്താണ്, ആ സെൽഫ് ഡോട്ട് നെയിമും കൂടി ഇവിടെ ഉള്ളതും കൂടി ആയിട്ട് കാണും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സബ് ക്ലാസ്സിലും അത് കിട്ടും, ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേ നെയിം വർക്കായത്. മനസ്സിലായില്ലേ, ബേസിക്കായിട്ട് മനസ്സിലായില്ലേ, ബേസ് ക്ലാസ്സും സബ് ക്ലാസ്സും. അതായത് അതിലുള്ള മെത്തേഡുകളും അതിനുള്ള എന്താ പറയുക പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് എന്ത് ഉണ്ടാവും, ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി എന്ത് ചെയ്യുക, അതിനുള്ള കുറച്ച് ട്രിക്കുകൾ കാണിച്ചു തരാം. അടുത്ത നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് ഉണ്ട്, അതേമാതിരി കൺസ്ട്രക്ടറൊക്കെ ഓവർ റൈഡിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ടർ എന്താണെന്ന് ഓർമ്മ ഉണ്ടല്ലോ. എന്താണ് കൺസ്ട്രക്ടർ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ കോൾ ചെയ്യുന്നത് ഒരു മെത്തേഡ് പോലെയാണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് ഓർമ്മ ഉണ്ടോ, അണ്ടർസ്കോർ ഇനീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതിനുള്ളിലാണ് നമുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു പ്രിൻ്റ് കൊടുക്കാം. എന്താണ്, ബേസ് ഇനീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ബേസ് ഇനീറ്റാണ് അത് എന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു കൺസ്ട്രക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് ഇങ്ങനെ കൺസ്ട്രക്ടർ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ വർക്ക് ചെയ്യണമെന്ന് ആദ്യം നോക്കാം. അതായത് ബേസ് ക്ലാസ്സിൽ മാത്രമേ കൺസ്ട്രക്ടർ ഉള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് എന്താ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഉണ്ടോ, ബേസ് ഇനീറ്റ് വർക്കായി. എന്താണ്, നമ്മൾ ബേസ് ക്ലാസ് വിളിക്കണ്ടോ, സബ് ക്ലാസ്സേ വിളിച്ചിട്ടുള്ളൂ, അതിൽ വെൽക്കമേ വിളിച്ചിട്ടുള്ളൂ, അതിൽ സെറ്റ് നെയിമേ വിളിച്ചിട്ടുള്ളൂ, ഡിസ്പ്ലേ നെയിമേ വിളിച്ചിട്ടുള്ളൂ, ഒക്കെ ആ രീതിയിലേ വിളിച്ചിട്ടുള്ളൂ. ബട്ട് എന്താ സംഭവിച്ചത് നോക്കിയേ, ഈ ബേസ് ക്ലാസ്സിലെ ഇനീറ്റിൽ ബേസ് ഇനീറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ആദ്യം തന്നെ വർക്കായി. എന്തുകൊണ്ടാണ്, അതായത് ബേസ് ക്ലാസ്സും സബ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാലും ബേസ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള ഇനീറ്റ് മെത്തേഡ് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ, അത് ആ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു സബ് ക്ലാസ്സിലും അതേസമയം ഇനീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. എഴുതാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യാം, നമുക്ക് ഇനീറ്റ് ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഇനീറ്റ് എഴുതാം. നമുക്ക് ഇതിൽ നമുക്ക് ഒരു പ്രിൻ്റ് ചെയ്യാം, സബ് ക്ലാസ് ഇനീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കോൾ ചെയ്ത് ഏതാ വർക്ക് ചെയ്യുക, അത് നോക്കാം നമുക്ക്. ഓക്കെ, സബ് ക്ലാസ് ഇനീറ്റ്
മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ബേസ് ക്ലാസ്സിൽ ഒരു ഇനീറ്റ് ഉള്ളത് അതിനെ ഓവർ റൈഡ് ചെയ്തിട്ട് സബ് ക്ലാസ്സിൽ വർക്ക് ചെയ്തു. ഇതിനാണ് മെത്തേഡ് അല്ല കൺസ്ട്രക്ടർ ഓവർ റൈഡിങ് എന്നൊക്കെ പറയാം. ഓക്കെ, ഓവർ റൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫംഗ്ഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ സെറ്റ് നെയിം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പി ഇവിടെ ഇട്ട് ഏതൊക്കെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സെറ്റ് നെയിം ഇവിടെ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ, ഇത് ഇവിടെ ഇട്ടതിൻ്റെ പേര്. ഓക്കെ, സെറ്റ് നെയിം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏതാ വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി രണ്ടിലൊരു പ്രിൻ്റ് ഇട്ടേക്കാം. ബേസ് ക്ലാസ് സെറ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സെറ്റ് നെയിമിൽ എന്ത് ചെയ്യാം, ഇത് അതിൻ്റെ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇവിടെ പ്രിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സബ് ക്ലാസ് സെറ്റ് നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ സെറ്റ് നെയിം വിളിക്കുമ്പോൾ ഏതാ വർക്കായിരുന്നത്, മുകളിലെ സെറ്റ് നെയിം വർക്കായിരുന്നു. ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ രണ്ടും, അതായത് ബേസ് ക്ലാസ്സിൽ ഒരേ മെത്തേഡ് നെയിം ഉണ്ട്, സബ് ക്ലാസ്സിൽ ഒരേ മെത്തേഡ് നെയിം ഉണ്ടായാൽ എന്താ സംഭവിക്കുക നോക്കാം. കണ്ടോ, ഇവിടെ വർക്കായി എന്താ, സബ് ക്ലാസ് ഇനീറ്റ് വർക്കായി, അതേപോലെ തന്നെ സബ് ക്ലാസ് സെറ്റ് നെയിം മാത്രമേ വർക്കായിട്ടുള്ളൂ, ബേസ് ക്ലാസ്സിൽ വർക്കായില്ല. കിട്ടും. അത് ഇങ്ങനെ സെയിം സാധനം എഴുതുമോയെന്ന് നിങ്ങൾ ചോദിക്കും. സെയിം സാധനം അല്ല എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാക്കി, അതിൽ ഒരു നെയിം പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബേസ് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സബ് ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ നെയിമിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ഏജും കൂടെ വന്നെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നെന്ന് വിചാരിക്കുക. നെയിമിൻ്റെ കൂടെ ഒരു അയാളെ ഐഡിയോ അല്ലെങ്കിൽ ഏജ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിംഗ് നമുക്ക് ഡിഫൈൻ ചെയ്യണം, അതേ ആർഗ്യുമെൻ്റ് തന്നെയാണ് വയ്ക്കുക, നെയിം തന്നെയാണ് ആർഗ്യുമെൻറ്റ് പോകുള്ളൂ. പക്ഷേ അവിടെ നമുക്ക് നെയിം എടുത്തിട്ട് നെയിമിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണം. ചിലപ്പോൾ ലെഫ്റ്റിൽ ചിലപ്പോൾ നെയിമിൻ്റെ മുന്നേ ഒരു ഫുൾ കോളോ റൈറ്റിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സെൽഫ് ഡോട്ട് നെയിമിൽ സംഭവം വയ്ക്കണം. അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബേസ് ക്ലാസ്, അതായത് ഈ ബേസ് ക്ലാസ് എന്നുള്ളത് നമ്മൾ തന്നെ ചിലപ്പോൾ എഴുതി വെച്ചതായിരിക്കില്ല, ആ ബേസ് ക്ലാസ് എന്നുള്ളത് ചിലപ്പോൾ ലൈബ്രറിയിലുള്ളതായിരിക്കും. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബേസ് ക്ലാസ്സിൽ അതേപോലെ വയ്ക്കും. നമ്മൾ ചിലപ്പോൾ സബ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആ മെത്തേഡിനെ വീണ്ടും റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എഴുതും. ഓക്കെ, പക്ഷേ ആ നെയിം തന്നെ കീപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്യണവർ ഈ നമ്മൾ ഡോക്യുമെൻ്റൊക്കെ വെച്ചിട്ട് കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ, അതായത് ഇന്ന ഫംഗ്ഷൻസാണ്, ഇന്ന ഫംഗ്ഷൻ അതിൽ റിട്ടേൺ ഇത്രയാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അൽഗോരിതം കിട്ടിയിട്ടുണ്ടാവും. അതിനെ ബേസ് ആയിട്ടും കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും, കോഡിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ. അതേമാതിരി അത് പല ടീമുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ട്, അതായത് ഏത് മെത്തേഡ് നെയിമാണ്, അതിൽ എത്ര ആർഗ്യുമെൻറ്റ് പോകണം, എത്ര ആർഗ്യുമെൻറ്റ് റിട്ടേൺ വരണമൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റ് കിട്ടും. അതിനെ ബേസ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കോഡ് ചെയ്യുന്ന രീതിയും MNC വലിയ കമ്പനി കയറുമ്പോൾ ഉണ്ടാവുക. സാധാരണ കമ്പനി നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഫ്രീഡത്തിന് ഇങ്ങനെ ഫംഗ്ഷൻ നെയിമോ എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. ബട്ട് വലിയൊരു കമ്പനിയിൽ ഒരു 100-100 പേര് വർക്ക് ചെയ്യണ പ്രൊജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും എല്ലാത്തിനും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും, ചില ബേസ് ക്ലാസ്സിൽ തന്നെ സെയിം ആകുമ്പോൾ സബ് ക്ലാസ്സിൽ എന്ത് വേണ്ടി വരും, മറ്റുള്ളവർക്ക് സംശയമാവരുത്. ഇനിയിപ്പോൾ അവിടെ സെറ്റ് വേറെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അയ്യോ ഇനിയിപ്പോൾ അത് എന്താണെന്ന് നോക്കേണ്ടി വരും, മറ്റെന്താണ് നമുക്ക് ആവശ്യമുള്ള സംഭവം അതേ നെയിമിൽ തന്നെ അവിടെ എഴുതി വയ്ക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ഓവർ റൈഡ് ആവശ്യം ഉണ്ടാവും. അതേപോലെ കൺസ്ട്രക്ടർ കണ്ടില്ലേ, അങ്ങനെ ഓവർ റൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ വേറൊരു കേസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് തോന്നുകയാണ് എന്നാൽ ബേസ് ക്ലാസ്സിൽ ഇനിയിട്ടും കൂടി കോൾ ചെയ്യണമെന്ന് തോന്നുകയാണ് നമുക്കിവിടെ. ഓക്കെ, അതായത് സബ് ക്ലാസ്സിൽ ഇനീറ്റാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ, നമുക്ക് എന്താ ബേസ് ക്ലാസ്സിൽ ഇനീറ്റും കൂടെ വർക്ക് ചെയ്യണം, അതായത് കൺസ്ട്രക്ടർ കൂടി വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് കണ്ടോ, ഈ ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇനീറ്റിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പിടിയോ ബേസ് ക്ലാസ്. ഇനി നമുക്ക് നോക്കാം എന്താ വന്നു, ബേസ് ക്ലാസ് ഡോട്ട് ഇനീറ്റ്. ഇവിടെ സെൽഫ് പാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സെൽഫ് പാസ് ചെയ്യേണ്ടി വരും. ഈ ഒബ്ജക്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും. ഏതിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് വേറെ മനസ്സിലാവാനും ഇല്ലല്ലോ. സാധാരണ നമുക്ക് ഡോട്ട് വെച്ചപ്പോൾ ഒബ്ജക്റ്റ് വേണ്ടതുകൊണ്ട് എന്താണ് ഈ സെൽഫിനെ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ബേസ് ക്ലാസ് ഇങ്ങനെ വിളിക്കാൻ പറ്റും, ബേസ് ക്ലാസ് ഡോട്ട് ഇനീറ്റ് വിളിക്കാൻ പറ്റും. ഇനി ഇത് ഈ രീതിയിലല്ല സാധാരണ നമുക്ക് ബേസ് ക്ലാസ്സിനെ കോൾ ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സംഭവമുണ്ട്, അതാണ് നമ്മൾ സൂപ്പർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ,
സൂപ്പർ ഡോട്ട് ഇനീറ്റാണ് വിളിക്കുക സാധാരണ. അതായത് ഇങ്ങനെ വിളിച്ച ഈ ബേസ് ക്ലാസ് ഇവിടെ ഉള്ളതുകൊണ്ട് ബേസ് ക്ലാസ് ഡോട്ട് ഇനീറ്റ് വിളിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് സ്റ്റാൻഡേർഡ് വേ എന്നുള്ളത് സൂപ്പർ ഓഫ് എന്നുള്ളത് വിളിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, മറ്റേ കൺഫ്യൂഷൻ ആവേണ്ട, മനസ്സിലാവും. അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ വിളിച്ചാലും വർക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ബേസ് ക്ലാസ് അപ്പോൾ ചിലപ്പോൾ ഇത് വേണ്ടി വരില്ല, നോക്കുക. യെസ്, സൂപ്പർ വിളിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ക്ലാസ്സിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് കൊണ്ടുപോയിക്കോളും. ബേസ് ക്ലാസ് ഡോട്ട് വിളിക്കുമ്പോൾ എന്താണ്, സെൽഫ് പാസ് ചെയ്തിട്ട് വരും. വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ സൂപ്പർ ഡോട്ട് വിളിക്കുക. അതേപോലെ തന്നെ ഫംഗ്ഷനെ വിളിക്കട്ടെ. ഇപ്പോൾ സെറ്റ് നെയിം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ നെയിം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട. നമുക്ക് സെറ്റ് നെയിം എന്താ പറയുക, ഇവിടെ വേറെ എന്തെങ്കിലും വർക്ക് ഇപ്പോൾ ചുമ്മാ ഒരു പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ആണെന്നായിരിക്കും. അപ്പോൾ നമുക്ക് സെറ്റ് നെയിം ഓൾറെഡി അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ വർക്ക് ചെയ്യാനുള്ള കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ വിളിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സൂപ്പർ ഡോട്ട് സെറ്റ് നെയിം സൂപ്പർ സബ് ക്ലാസ് കോമ സെൽഫ് സൂപ്പർ ഡോട്ട് സെറ്റ് നെയിം വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെയിമിനെ പാസ് ചെയ്യാം. ഓക്കെ, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, കണ്ടോ, ബേസ് ക്ലാസ് നെയിം ദിൽഷാദ് വന്നിട്ടില്ലേ. അതായത് ആ നെയിം നമ്മൾ ഈ സെറ്റ് നെയിമാണ് ശരിക്കും വിളിച്ചത്, സബ് ക്ലാസ് സെറ്റ് നെയിം വിളിച്ചു. അതിന് മുന്നേ എന്ത് ചെയ്ത് ബേസ് ക്ലാസ്സിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ ഓഫ് ഡോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ക്ലാസ്സിലെ മെത്തേഡിനെയും വിളിക്കാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺസ്ട്രക്ടറായിട്ട് വരുന്ന ഇനീറ്റിനെ നമുക്ക് വിളിക്കാൻ പറ്റും. അത് മനസ്സിലായോ സൂപ്പറിൻ്റെ യൂസ്? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. ഓവർ റൈഡിങ് എന്നുള്ള കൺസെപ്റ്റാണ്. ഓവർ റൈഡിങ് പ്രിവെൻറ്റ് ചെയ്യാന്നല്ല, ഓവർ റൈഡിങ്ങിനെ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ബേസ് ക്ലാസ്സിൽ കോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, നമുക്ക് സൂപ്പർ ഓഫ് യൂസ് ചെയ്യാം. ഓക്കെ, ഡൺ. അടുത്ത നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നോക്കാം. ഇൻഹെറിറ്റൻസിനെ നമ്മൾ ജാവ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഹെറിറ്റൻസ് അതായത് രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂൾ തന്നെ ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പോൾ സെറ്റ് നെയിം എന്നുള്ള ബേസ് ക്ലാസ്സിലോ ഈ ക്ലാസ്സിലും ഉണ്ട്, എ എന്നുള്ള ക്ലാസ്സിലും ഉണ്ട്, ബി എന്നുള്ള ക്ലാസ്സിൽ രണ്ടിൽ ഈ സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ സബ് ക്ലാസ്സിന് സെറ്റ് നെയിം വിളിച്ച് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ജാവയിൽ ആ പരിപാടി അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ അത് ഇൻ്റർഫേസ് ഒക്കെ വെച്ചിട്ട് പോസിബിൾ ആക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതിൽ ജാവയിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ പൈത്തണിൽ നമുക്കതുണ്ട്. ഓക്കെ, അപ്പോൾ പൈത്തണിൽ അതുണ്ടാകുമ്പോൾ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, ഇതിൽ ഏത് ഗോൾ ചെയ്യുന്നൊക്കെയുള്ള കൺഫ്യൂഷനും ഉണ്ടല്ലോ. അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇൻഹെറിറ്റൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ആദ്യം നോക്കാം. മൾട്ടി ലെവലൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്നത് എങ്ങനെ ഏത് ആദ്യം കോൾ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷൻ വേണമല്ലോ. ഇപ്പോൾ ഒരു 3-4 ലെവൽ ഓഫ് എന്തുണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലും ഓരോ ലെവലിൽ പല ക്ലാസ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താവും എന്നുള്ളത് അറിയണ്ടേ, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയണ്ടേ, നോക്കാം നമുക്ക്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു പുതിയതും കൂടി ഉണ്ടാക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സാമ്പിൾ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലാസ് ഉണ്ടാക്കുക. ക്ലാസ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനീറ്റ് കൊടുത്ത് നോക്കാം. ഇനീറ്റ് നമുക്ക് കൺസ്ട്രക്ടർ കൊടുക്കാം. കൺസ്ട്രക്ടറിലൊരു ഹായ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു ക്ലാസ്സും കൂടെ ഉണ്ടാക്കാം. സെക്കൻഡ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കാം. അതിലെന്ത് ചെയ്യുക, അത് ഇൻഹെറിറ്റൻസ് ഒന്നും ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണം, ഇൻഹെറിറ്റൻസ് ഒന്നുമില്ല. അതിൽ ഞാൻ ഇനീറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൂന്നാമതൊരു ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ് തേർഡ് എന്ന് എഴുതാം നമുക്ക്. അതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ഇൻഹെറിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് പേരെ, അതായത് നമുക്കിവിടെ ഫസ്റ്റിനെയും സെക്കൻഡിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻഹെറിറ്റൻസ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഇവിടെ ഒരു മെത്തേഡ് വെച്ചിട്ട് കാണിച്ചു തരാം, അതാവും നല്ലത്. ഡിസ്പ്ലേ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മെത്തേഡ് എഴുതിയിട്ട് അതിൽ പ്രിൻ്റ് കൊടുക്കുക. രണ്ട് ഡിഫറെൻറ്റ് നെയിം ആയിക്കോട്ടെ. അപ്പോൾ അത് നോർമൽ കേസാണല്ലോ. ഒരേ കേസൊക്കെ വരുമ്പോൾ കുറേ കൺഫ്യൂഷൻ വരിക. അതിന് മുന്നേ നമുക്ക് നോർമൽ കേസ് വർക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റിൽ ഫസ്റ്റ് എന്ന് എഴുതാം നമുക്ക്. അതേപോലെ ഇവിടെ എന്ത് എഴുതാം, ഡിസ്പ്ലേ സെക്കൻഡ് എന്ന് എഴുതാം. ഫങ്ഷൻ എഴുതിയിട്ട്
ഞാൻ ജാവയുടെ കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് എഴുതുന്നുണ്ട് ഇടയ്ക്ക്. ഡിസ്പ്ലേ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി തേർഡിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, സെക്കൻഡ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ഈ രണ്ട് ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്താ, നമ്മൾ സാധാരണ ഒരു ക്ലാസ്സാണ് ഇവിടെ എന്ത് ഫസ്റ്റ്, ഇവിടെ സെക്കൻഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കോമ ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതിയാൽ മതി. എത്ര ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് ഡിസ്പ്ലേ തേർഡ് കൊടുത്തിട്ട് അതിൽ പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, അതിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കി നോക്കാം. എന്തിനാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്, തേർഡിനാണ്. അപ്പോൾ എക്സ് ഒരു തേർഡ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി എക്സ് ഡോട്ട് ഏതൊക്കെ കിട്ടും നോക്കാമ്പോൾ നോക്കിയേ, ഡിസ്പ്ലേ സെക്കൻഡ്, ഡിസ്പ്ലേ ഫസ്റ്റ്, ഡിസ്പ്ലേ തേർഡും സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊക്കെ അല്ലേ, ഡിസ്പ്ലേ ഡോട്ട് സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് എല്ലാം കോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിളായിട്ട് രണ്ട് ക്ലാസ് ഒന്നിക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പേര് അല്ലെങ്കിൽ മെത്തേഡിൻ്റെ പേര് ഡിസ്പ്ലേ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെതും ഡിസ്പ്ലേ ആണെന്ന് വിചാരിക്കുക. കിട്ടിയോ, രണ്ട് ഇതിൻ്റെയും ഡിസ്പ്ലേ ആണ് മെത്തേഡ് ഉള്ളത്. അപ്പോൾ എന്താണ്, രണ്ടും ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ വിളിച്ച് നോക്കാം. എന്താ വർക്കായത്, തേർഡും സെക്കൻഡും വർക്കായി. അതായത് തേർഡിലെ ഡിസ്പ്ലേ ഇതാണ് വർക്കായത്. എന്നിട്ട് എന്ത് ചെയ്തു, ഡിസ്പ്ലേയിൽ വിളിച്ചപ്പോഴോ സെക്കൻഡ് മാത്രം വർക്കായി. ഓക്കെ, ഇവിടുത്തെ വർക്കായോ, ഈ ഡിസ്പ്ലേ വർക്കായോ, ആ ഡിസ്പ്ലേ വർക്കായിട്ടില്ല. എന്തുകൊണ്ടാണ്, അത് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, ഈ ബേസായിട്ട് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, രണ്ട് ക്ലാസ്സിൽ നിന്ന് ഒന്നിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും കൂടി ഉണ്ട്. അതുകൂടി കാണിച്ചാൽ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണിത് കോൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നോക്കാം. മൾട്ടി ലെവലിൽ ചെയ്യുമ്പോൾ ഓക്കെ, ഫസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സെക്കൻഡിന് ഇൻഹെറിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇൻഹെറിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെക്കൻഡ് മാത്രം ഇൻഹെറിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഒന്നിന്ന് ഫസ്റ്റിന്ന് സെക്കൻഡ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. തേർഡിന് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, ഇതിലെ ഫംഗ്ഷനും കിട്ടും, ഇതിലെ ഫംഗ്ഷനൊക്കെ കിട്ടും. അപ്പോൾ ഡിസ്പ്ലേ ഫസ്റ്റ് തന്നെയാണെന്ന് വിചാരിക്കും, ഡിസ്പ്ലേ ഫസ്റ്റ് ആണ്, ഡിസ്പ്ലേ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ, ഒരു കോഡിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമ്പോൾ അതേ രീതി തന്നെ എഴുതാം. അപ്പോൾ ഡിസ്പ്ലേ ഫസ്റ്റ്, ഡിസ്പ്ലേ സെക്കൻഡ്, ഡിസ്പ്ലേ തേർഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേർഡിനെ വിളിച്ചിട്ട് ഡിസ്പ്ലേ തേർഡ് വിളിക്കാം. ഡിസ്പ്ലേ ഇല്ല, ഡിസ്പ്ലേ ഫസ്റ്റ് വിളിച്ച് നോക്കാം, വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഇല്ലേ, വർക്കായില്ല. തേർഡ് വർക്കായി ആദ്യം, പിന്നെ ഫസ്റ്റ് വർക്കായി. അപ്പോൾ ഉണ്ടോ, ഇങ്ങനെ എത്ര ക്ലാസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ലെവലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. താഴോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ ലെവലല്ല, താഴെ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിക്ക് എടുക്കുക, അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൽ നിന്ന് ഒന്നിക്ക് എടുക്കുക. അങ്ങനത്തെ കേസുകളൊക്കെയാണ് വരിക. അപ്പോൾ അത്രേ ഉള്ളൂ മൾട്ടി ലെവൽ. ഇനി ഡൗട്ടുള്ള കാര്യം, നേരത്തെ നമ്മൾ കണ്ടപ്പോൾ മൾട്ടിപ്പിളിൽ ഒരു ഡൗട്ട് വന്നില്ല, ഏതാണ് കിട്ടിയതെന്നുള്ള ഡൗട്ട് വന്നില്ല. ആ ഡൗട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എല്ലാത്തിനും നമുക്ക് ഒരേ മെത്തേഡ് തന്നെ എഴുതാം. ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് എഴുതി, ഇതിൽ ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് എഴുതി. ഇതിൽ ഡിസ്പ്ലേ തേർഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്പ്ലേ തേർഡിന് കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ വിളിക്കുക. അപ്പോൾ ഇത് വിളിക്കുമ്പോൾ ഏതാ വർക്ക് ചെയ്യുക, നമ്മൾ നേരത്തെ എന്താ കണ്ടത്, തേർഡ് വർക്കായി, പിന്നെ സെക്കൻഡ് വർക്കായി. ഓക്കെ, ഇവിടെ ഇൻഹെറിറ്റൻസ് മാറ്റാനുണ്ട്. സെക്കൻഡും ഫസ്റ്റും ഓക്കെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ വിളിച്ചിട്ടുണ്ട്. തേർഡും സെക്കൻഡും ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത്. എന്താണ് ഇതിൽ അതായത് ഈ ഡിസ്പ്ലേ ഫസ്റ്റ്, ഡിസ്പ്ലേ തേർഡ് എന്നുള്ള ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല.
ഇവിടെ ഡിസ്പ്ലേ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഈ ഡിസ്പ്ലേ ഏതിലെ ഡിസ്പ്ലേ വർക്ക് ആയത്? സെക്കൻഡിലെ ഡിസ്പ്ലേയാണ് വർക്ക് ആയത്. അതായത് ഫസ്റ്റത്തേതാണ് വർക്ക് ആയത്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് റൂളാണ്. അതായത് ഫസ്റ്റത്തെ ഏതാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതാണ് ആദ്യം കോൾ ചെയ്യുക. അതിൽ ഡിസ്പ്ലേ കിട്ടിയാൽ പിന്നെ അടുത്തതിലോട്ട് പോവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റത്തെ ഒരു ഫൈൻഡിങ് ഡിസ്പ്ലേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ സെക്കൻഡിൽ ഡിസ്പ്ലേ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, ഫസ്റ്റ് വർക്കായി. അപ്പോൾ എന്താണ്, സെക്കൻഡിൽ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിലോട്ട് പോയി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഡിസ്പ്ലേ ആണെന്ന് വിചാരിക്കാം. ഡിസ്പ്ലേ തേർഡ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ മാത്രമാണ് വിളിച്ചത്. അതായത് തേർഡിൻ്റെ ഡിസ്പ്ലേനെ വിളിക്കണത് എന്താണ്, തേർഡ് മാത്രമാണ് വർക്കായത്. എന്ത് വർക്കായില്ല? ഈ സെക്കൻഡ് വർക്കായില്ല, ഫസ്റ്റ് വർക്കായില്ല. അതായത് എപ്പോഴാണോ ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യണത് അതുവരെയാണ് എന്ത് നോക്കുള്ളൂ, ഇത് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് പോയി നോക്കുള്ളൂ. അപ്പോൾ തേർഡ് തന്നെ ഉള്ളതുകൊണ്ടാണ് എന്ത് തേർഡ് മാത്രം പ്രിൻ്റ് ആയത്. അപ്പോൾ അതിലില്ലെങ്കിലോ നേരെ എങ്ങോട്ട് പോകും? സെക്കൻഡിലോട്ട് പോയി. അതായത് ലെഫ്റ്റിൽ സെക്കൻഡിൽ കിടക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് മാറ്റി എഴുതി നോക്കിയേ. അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എഴുതുക. ഈ ഓർഡർ ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഏതാ വർക്കാണ് നോക്കാം. ഇപ്പോൾ ഏതാ വർക്കായത്? സെക്കൻഡ് വർക്കായത്. കണ്ടോ, അടുത്ത എന്താ വർക്കായത്? ഫസ്റ്റാണ് വർക്കായത്. പിടിയിട്ടുണ്ടോ? അതായത് ഡിസ്പ്ലേ വിളിച്ചു, ഡിസ്പ്ലേയുടെ ഫംഗ്ഷൻ വിളിച്ചു, ഡിസ്പ്ലേ 1 ആണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ വർക്കായില്ല. നേരെ അതിൻ്റെ ബേസ് ക്ലാസ്സിലോട്ട് പോയി നോക്കുകയാണ്. ബേസ് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ക്ലാസ് ഏതാണോ ലെഫ്റ്റ് റൈറ്റ് റൂളിലാണ് പോകുന്നത്. ലെഫ്റ്റിൽ ഏതാണ് ഫസ്റ്റ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇപ്പം എൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്പ്ലേ അതായത് എങ്ങനെ വിളിച്ച് പോകും എന്നുള്ളതാണ് ഓർഡർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയുണ്ട്. അതിന് പേരാണ്, അത് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. അതായത് പ്രിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് തേർഡ് ക്ലാസ്സിൻ്റെ ഓർഡറാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ third.MRO എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഫംഗ്ഷൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ട്, ക്ലാസ് മെയിൻ തേർഡ് എന്നാണ് തുടങ്ങുന്നത്. അടുത്തത് ക്ലാസ് മെയിൻ ഫസ്റ്റ് എന്നായിരിക്കും. അതാണ് ഫസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെർച്ച് ചെയ്യണത് സെക്കൻഡിലായിരിക്കും. അത് കഴിഞ്ഞാൽ ബേസ് ഒബ്ജക്റ്റ് എന്നുള്ള ക്ലാസ്. അതിൽ നിന്നാണ് ഈ ക്ലാസ്സുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മെയിൻ സെക്കൻഡ് ഫസ്റ്റ്. അതുണ്ടോ ഫസ്റ്റാണ്. ഇതിപ്പോൾ മാറ്റി വയ്ക്കിയേ, ഇവിടെ സെക്കൻഡ് ഇട്ട് നോക്കിയേ. കണ്ടോ, ഇപ്പോൾ സെക്കൻഡ് ആയില്ല ഇവിടെ, അത് കഴിഞ്ഞാണ് ഫസ്റ്റ്. അപ്പോൾ ഈ ഓർഡർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ MRO പ്രിൻ്റ് ചെയ്താൽ മതി. MROയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഞാൻ മറന്നുപോയി, എഡിറ്റ് ചെയ്യുമ്പോൾ എഴുതരാം. ഓക്കെ, അപ്പോൾ MRO പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് കിട്ടും. അപ്പോൾ MRO വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. പൈത്തൺ മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ, അതാണ് MRൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ. അതായത് മെത്തേഡ് എങ്ങനെയാണ് കോൾ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 4 or 5 ലെവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൾ ചെയ്ത് പോകേണ്ടത് എന്നൊക്കെ ഉള്ളത് എന്താണ് ഈ MRO പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു 3 ലെയർ ഉണ്ട്, അതിൽ തന്നെ പല വേർഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെ പോകുക എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ MRO വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതെടുക്കണം എന്നുള്ള ആ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെക്ക് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പിന്നെയും കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ടാണ് MRO ഫൈൻഡ് ചെയ്തിട്ട് എടുത്തിരുന്നത്. ഇപ്പോൾ പല ലെയറും പല ലെഫ്റ്റ് റൈറ്റ് ഒരു ഇതിൽ തന്നെ 3 ഉണ്ട്. അതിൻ്റെ മുകളിൽ വേറെ 2-3 ഇൻഹെർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലാസ് വേറെ ഒരു 3 ഇൻഹെർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതിന്ന് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയില്ലേ? അപ്പോൾ ആ ഒരു കേസ് സോൾവ് ചെയ്യാനാണ് എന്ത് ഈ MRO നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെ പോകുന്നത്. പിന്നെ അതിൻ്റെ ആ അൽഗോരിതം MROൻ്റെ അൽഗോരിതം ഒന്ന് സെർച്ച് ചെയ്യാം. പൈത്തൺ MRO എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കുറേ റൂൾസ് ഉണ്ട്. അതിന് ലെഫ്റ്റ് റൈറ്റ് പോലെ തന്നെ ഏതിന്ന് എഴുതെടുക്കണം എന്നൊക്കെ ഉള്ള അതിൻ്റെ റൂളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിലുണ്ടാവുന്ന പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞത്. സെയിം സംഭവം ഒരേ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. ബേസ് ക്ലാസ്സിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഏത് ഓർഡറിലായിരിക്കും ഇങ്ങനെ കണ്ടെത്തുക പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഇനി അടുത്ത കൺസെപ്റ്റുള്ള ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് നമ്മൾ ചെയ്യണോ? ചെയ്തേക്കാം. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് നമുക്ക് ചെയ്തേക്കാം. എങ്ങനെയാണ് ഓപ്പറേറ്ററിന് ഓവർലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ആ പ്ലസ് സിമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യണം?
ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ C++ലൊക്കെ മെത്തേഡ് എന്താ പറയുക, നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ജാവയിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജാവയിൽ പറയാതിരുന്നത്. അത് നമ്മൾ പ്ലസ് 10 ഇപ്പോൾ ഒരു 5+10 എന്ന് എഴുതി കഴിഞ്ഞാൽ 5+10 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കണം. അപ്പോൾ പ്ലസ് സിമ്പിൾ അതല്ല, നോർമൽ വർക്കിംഗ് അല്ല അവിടെ നടക്കുന്നത്, വേറെ എന്തെങ്കിലും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഓപ്പറേറ്ററിനെ എങ്ങനെ ഓവർലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഓരോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റർ എന്താണെന്ന് അറിയില്ല, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലോഡ് ചെയ്തിട്ട് വേറെ ആക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, സാമ്പിളിൽ നമുക്ക് ഒരു ഡെഫ് സെറ്റ് നെയിം എന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് നെയിം സെറ്റ് ചെയ്തു. ഇതിൽ നമുക്കൊരു നെയിം ആർഗ്യുമെൻ്റ് ആയിട്ട് വരും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് നെയിം വന്നു കഴിഞ്ഞാൽ ഇതിൽ സെൽഫ് ഡോട്ട് നെയിമിലോട്ട് നമുക്ക് ഈ നെയിം സെറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാമ്പിളിന് ഇപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് നെയിം എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഫസ്റ്റ് നെയിം ഒബ്ജക്റ്റിൽ നമ്മൾ സാമ്പിൾ കോൾ ചെയ്തു. ഓക്കെ, സാമ്പിൾ കോൾ ചെയ്തു. അതേപോലെ എന്ത് ചെയ്തു, സെക്കൻഡ് നെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതിൽ സാമ്പിൾ കോൾ ചെയ്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് നെയിമിൻ്റെ സെറ്റ് നെയിമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പേര് പാസ് ചെയ്യാം. ഓക്കെ, വിഷമമുണ്ടാവും, അഭിനന്ദന് പ്രശ്നമുണ്ടോ? അങ്ങനെ അഭിനന്ദൻ്റെ പേര് കൊടുക്കുക വെച്ചിട്ട് അല്ല, ദിൽഷാദിൻ്റെ പേര് കൊടുക്കാം. ദിൽഷാദ് ഇല്ല കേട്ടോ. ദിൽഷാദ് കുറച്ച് ദിവസമായിട്ട് ദിൽഷാദ് ഭയങ്കര എന്താ പറയുക, ഉമ്മക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മ അഡ്മിറ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അഭിനന്ദനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അഭിനന്ദനല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ. അപ്പോൾ ദിൽഷാദിൻ്റെ ഉമ്മക്ക് സുഖമില്ല, അഡ്മിറ്റാണ്. വലിയ എന്താ പറയുക, പെട്ടെന്ന് സോൾവ് ആവട്ടെ. അപ്പോൾ ദിൽഷാദ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ അവിടെ പോവും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് രാവിലെയാണ് 9 മണിക്ക് റിലീസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ദിൽഷാദിനുള്ള നന്ദി പ്രത്യേകങ്ങൾ രേഖപ്പെടുത്തിയേക്ക് കമൻറ്റിൽ. ദിൽഷാദിൻ്റെ ഫുൾ നെയിം എന്തായിരുന്നു? ഞാൻ ദിൽഷാദിനെ വിട്ട്. അഭിനന്ദ് സിയ, അതാവും വെറൈറ്റി ആവുക. അഭിനന്ദ് സിയ, അത് വല്ലാത്തൊരു പേരായിപ്പോയി. അഭിനന്ദ് സിയ. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് നെയിം ഒബ്ജക്റ്റിലും സെക്കൻഡ് നെയിം ഒബ്ജക്റ്റിലും നമുക്ക് എന്തുണ്ട്, നെയിം, അതായത് സെൽഫ് ഡോട്ട് നെയിം എന്നുള്ള ഒബ്ജക്റ്റിലുള്ളതാണല്ലോ, അവിടെ അഭിനന്ദും ഉണ്ട്, സിയ ഉണ്ട്. ഓക്കെ, നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതായത് അഭിനന്ദ് സിയ എന്നുള്ള ഒറ്റ പേരിലായിട്ട് വരണം നമുക്ക്. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇത് ആവശ്യം എന്നുള്ളത് ഇപ്പോൾ എന്താണ്, ഒരു ഫുൾ നെയിം എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിലോട്ട് ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം ആഡ് ചെയ്യുമ്പോൾ ഫുൾ നെയിം വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. റൺ ചെയ്യുമ്പോൾ ഓക്കെ, എററാണ്. എന്താണ്, സാമ്പിൾ ആൻഡ് സാമ്പിളും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം, ഇങ്ങനെ ആഡ് ചെയ്താൽ വരികയും വേണം. അത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ അഭിനന്ദ് ഉണ്ട്, അതേപോലെ മറ്റേ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നെയിമിൻ്റെ ഉള്ളിൽ സി ഉണ്ട്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം, പ്ലസ്. ഈ പ്ലസ്സിൽ എന്താവണം, ആ രണ്ട് നെയിം കൂടി ആഡ് ചെയ്ത് ഫുൾ നെയിമിൽ നമുക്ക് എന്ത് വരണം, ആ രണ്ട് കൂട്ടി പേര് വരണം എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഈ പ്ലസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. സ്പെഷ്യൽ ഫംഗ്ഷൻ ഇപ്പോൾ അണ്ടർസ്കോർ ഇനീറ്റ് കണ്ടിട്ടില്ലേ, നമ്മൾ കൺസ്ട്രക്ടർ പോലെ പറഞ്ഞു. അത് ക്ലാസ്സിന്, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയാം. അതേപോലെ നമുക്ക് ആഡിനൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, മൈനസിനുണ്ട്, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്, സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ആഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടിന്, അതായത് ഈ രണ്ട് കാര്യങ്ങളാണ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡും പാസ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ
നമുക്ക് എന്ത് വേണം, അഭിനന്ദും സിയും കൂടി ഒരുമിച്ച് വരണം, എന്നിട്ട് ആ അഭിനന്ദ് സിയ എന്നുള്ള ടെക്സ്റ്റ് മൊത്തം നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നെയിം എന്നുള്ള ഒരു വേരിയബിളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സെൽഫ് ഡോട്ട് എന്തുണ്ട്, നെയിം ഉണ്ട്, പ്ലസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതർ ഡോട്ട് നെയിം ഉണ്ട്. ഓക്കെ, അതർ ഡോട്ട് നെയിമും കൂടി ആഡ് ചെയ്യാൻ കൊടുത്ത്. ഈ അതർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് OBJ എന്നോ എന്ത് പേരും കൊടുക്കട്ടോ, അതർ അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ അതർ മാറ്റിയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട, എന്ത് പേരും കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് റിട്ടേൺ എന്ത് കൊടുത്തു, നെയിം റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് നെയിം ഡോട്ട് സെക്കൻഡ് നെയിം ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം നമുക്ക്. ഇനി പ്രിൻ്റ് ചെയ്യാൻ കൂടിയുണ്ട്. കണ്ടോ, അഭിനന്ദ് സിയാന്ന് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നത്, ഇനി നോക്കിക്കോ കറക്റ്റ് സാധനം. അഭിനന്ദ് സിയാന്ന് പറഞ്ഞപ്പോൾ അഭിനന്ദിൻ്റെ മുഖത്തൊരു ചിരി, ഒരു കയ്യടിയും ചിരിയൊക്കെ. ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിന് അവൻ്റെ പേര് ഇത്രയും പ്രാവശ്യം എടുത്തു പറഞ്ഞതിന്, ബ്രാൻഡിങ് കൊടുത്തതിന് ഇൻവോയ്സ് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ 100K ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് എത്ര സബ്സ്ക്രൈബേഴ്സാണ് 1 million ഒക്കെ ആകുമ്പോൾ അന്നും ഈ പൈത്തൻ്റെ ട്യൂട്ടോറിയൽ അന്നും കാണും ആൾക്കാർ. പോട്ടെ, അപ്പോൾ ഫുൾ നെയിമിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിമാണ് വന്നത്. ഇവിടെ പ്ലസ് ഇട്ടിരിക്കുന്നുണ്ട്. ഈ പ്ലസ്സിനെയാണ് ഇവിടെ ഈ ആഡ് ഫംഗ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നെയിമിനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ ആഡ് വിളിക്കുമ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് ഏതിനാണ് എടുക്കുന്നത്, ഫസ്റ്റ് നെയിമിനാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നെയിമിന്. സെക്കൻഡ് നെയിമിന് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്തിനാണ് എടുക്കുന്നത്, ഈ അതർ ഒബ്ജക്റ്റിൽ വരുന്നതായിട്ട് എടുക്കും. അപ്പോൾ എന്താണ്, സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് നെയിമിൻ്റെ നെയിമായി, പ്ലസ് എന്താണ് സെക്കൻഡ് ഡോട്ട് നെയിം. സെക്കൻഡ് നെയിം പറഞ്ഞത് ഈ ഒബ്ജക്റ്റ് അല്ലേ, ആ ഒബ്ജക്റ്റ് അതറിൽ വരും. അപ്പോൾ അതർ ഡോട്ട് നെയിം പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ നെയിം. അതായത് അഭിനന്ദ് എന്നുള്ളത് ഫസ്റ്റ് നെയിം ഡോട്ട് നെയിമിനുള്ളതാണ്, സെക്കൻഡ് നെയിം ഡോട്ട് നെയിമിലാണ് സി ഉള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ എത്തിയത്, ഈ സെൽഫിലും അതറിലും. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിമും ആഡ് ചെയ്യുക, അതർ ഡോട്ട് നെയിം. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡബിൾ കോട്ട്സും കൂടി ഇട്ടിട്ട് ഒരു സ്പേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അപ്പോൾ ഒന്ന് കാണാൻ വൃത്തി ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിമിലോട്ട് എന്ത് വരികയാണ്, ഫുൾ നെയിമാണ് റിട്ടേൺ വരുന്നത്. ഇവിടെ എന്താണ്, നെയിമാണ്. ഇവിടെ നിന്ന് നെയിമാണ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഫുൾ നെയിമിൽ നെയിം വന്നിട്ടുണ്ടാവും. സാധാരണ സ്ട്രിങ് ആയിരിക്കും ഇത്, അത് പ്രിൻ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. കണ്ടോ, അഭിനന്ദ് സ്പേസ് ചെയ്യാം. ഓപ്പറേറ്റർ ഓവർലോഡിങ് പഠിച്ചാൽ, അതായത് ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ സ്പെഷ്യൽ ഫംഗ്ഷന് പോയിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെയുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ എഴുതി വെക്കാം. ക്ലാസ് ഇപ്പോൾ ഒരു 3-4 ക്ലാസ് ഉണ്ട്. ആ 3-4 ക്ലാസ്സിൻ്റെ പല വേരിയബിൾസ് ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെയുള്ള വലിയ ഫംഗ്ഷൻ എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ എന്താണ്, ഇവിടെ ഒബ്ജക്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണേ കാണുന്നുള്ളൂ. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കുറേ ഓപ്പറേഷൻ നടക്കാട്ടും. ഇതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. அந்த ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓവർലോഡ് ചെയ്യാം. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. എത്രയും പെട്ടെന്ന് ഇതും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇൻഹെറിറ്റൻസ് മുതൽ നമ്മളെന്ന് പറഞ്ഞത്, ഇൻഹെറിറ്റൻസിൻ്റെ എല്ലാ കാര്യങ്ങളും, അതേമാതിരി സൂപ്പർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് സെർച്ച് ചെയ്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, സെർച്ച് ചെയ്ത് പോയിട്ട് ഫൈൻഡ് ചെയ്യുമ്പോൾ നിർത്തും കേട്ടോ, അത് മനസ്സിലാക്കണം. പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ ഇതേപോലെ ഓപ്പറേറ്റർ ഓവർലോഡിങ് കൺസെപ്റ്റുകൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓപ്സിൻ്റെ കൺസെപ്റ്റുകൾ ബേസ് ആയിട്ടുള്ള വരുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് പല പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് വേണ്ടി വരും. നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, നമുക്ക് വേറെ കുറച്ച് അഡ്വാൻസ്ഡ് സംഭവം കൂടി പൈത്തണിൽ നമുക്ക് നാളെ നോക്കാം.